ലെഗ് പീസ് ടർക്കിയല്ല, നാടൻ ചിക്കനാ. മസാല ഉണ്ടോ? മസാല നോക്കി എനിക്കൊന്നും അവന് പേടിച്ചിട്ടെങ്ങാണ്ട് നിർത്തിയത്, അല്ലാണ്ട് പേടിച്ചിട്ടെങ്ങാണ്ട് നിർത്തിയത്. ഇത് നിങ്ങൾ കൂടുതൽ നേരം സംസാരിച്ചുകൊണ്ടിരുന്നാലേ നമുക്ക് ബാക്കി വരുള്ളൂ, നമുക്കത് കഴിക്കാൻ പറ്റുള്ളൂ. അതിന്റെ പുറകിലാണ് നമ്മൾ. തീർത്തിട്ട് എനിക്ക് അങ്ങനെ പറയുന്നത്. കാശുള്ളവൻ തിന്നുമ്പോ കാശില്ലാത്തവൻ കഴിക്കുന്നു. അല്ല, ഞാൻ ഉച്ചയ്ക്ക് ശാലം കുറച്ച് ചോറ് കഴിച്ചായിരുന്നു. കഴിച്ചിരിക്കും നമ്മുടെ റൊമാൻസ്. വളരെ നാൾക്ക് ശേഷം നമ്മുടെ റൊമാൻസ് ചെയ്തിരിക്കും. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ചലഞ്ച് എന്താ വെച്ചാൽ ജോളോ ചിക്കൻ. എന്താ ജോളോ ചിക്കൻ? ജോളോ ചിക്കൻ, എരിയുള്ള ചിക്കൻ. ജോളോ ചിക്കൻ്റെ കുറച്ച് നേരം പുറകെ നിൽക്കുന്നത് കാണിച്ചോട് പുള്ളി അല്ല, പുള്ളി കുട്ടി ക്ലാസ് പഠിച്ചു കാണിക്കാൻ. ഓപ്പറേഷൻ കണ്ണിന്റെ ക്ലാസ് പഠിച്ചു. ഉത്സവങ്ങളല്ലേ, അപ്പം പുതിയ പുതിയ മോഡൽസ് വരും പുള്ളിക്ക് അങ്ങോട്ടുള്ള വീഡിയോസ്. ബ്രാൻഡാ ലേഹാർട്ട്. എന്താ ലേഹാർട്ട്? ലെൻസ് കാർട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വെറൈറ്റി ഒരു ഈറ്റിംഗ് ചലഞ്ചാണ് ജോളോ ചിക്കൻ. അതായത് ബ്രോസ്റ്റഡ് ചിക്കനുകളിൽ ഒരു വെറൈറ്റി ഒരു ഡിഷാണ് ജോളോ ചിക്കൻ എന്ന് പറയുന്നത്. നമ്മുടെ KDN കമ്പനി ഇവിടെ ഇല്ല. അവർ ഒരു മരണം ഉണ്ടായി, അവർ ഒരു റിലേറ്റീവ് മരിച്ചപ്പോൾ അങ്ങോട്ടാണ് പോയത്. അവരിന്ന് വരായിരുന്നു. നമ്മുടെ ഈ ഒരു ഈറ്റിംഗ് ചലഞ്ചിൽ അവരില്ലാതെ ഈറ്റിംഗ് ചലഞ്ച് ഇല്ലല്ലോ നമുക്ക്, ഇല്ലേ? അന്നൊരു ഓളം വേണമെങ്കിൽ അവർ വേണമായിരുന്നു. പക്ഷേ ഇന്ന് അവർക്കൊരു മരണമുണ്ട്, അങ്ങോട്ട് അവർ പോയേക്കാണ്. പിന്നെ പ്രവീൺ അളിയൻ അദ്ദേഹം സ്വാമിയാണ്, അതുകൊണ്ട് ഈ ചിക്കനൊക്കെ കഴിക്കുന്നിടത്ത് പുള്ളിക്ക് വരാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഞാൻ, നന്തോളിനെ, നിതിനളിയുടെ ഞങ്ങൾ 3 പേരുമായിട്ടുള്ള ഒരു വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. സഹോദരൻ പുറകുന്നുണ്ട്. സഹോദരനാണ് ഇത് മാച്ച് കൺട്രോളർ പുള്ളിയാണ്. അവരുടെ ഗ്ലാസ് എന്തിനാ എല്ലാം നോക്കി കാണുക. കാര്യമായിട്ടാ കഴിഞ്ഞോടെ എനിക്ക് ഇന്നലെ ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. കല്യാണം കുറച്ച് ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഭയങ്കര ഇപ്പൊ മെസ്സേജിന്റെ ബഹളമാണ് പുള്ളിക്ക്. എല്ലാരും വിളിക്കുവാണ്. എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. കല്യാണത്തിന് വിളിക്കും എല്ലാവരും. തീർച്ചയായിട്ടും വിളിക്കും. എല്ലാരും വിളിക്കുന്നുണ്ട്. പിന്നെ സമയമാണ്. അപ്പോൾ ഞങ്ങൾ പല ഉത്സവങ്ങളിലും നിങ്ങൾ കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഞങ്ങളെ പലരും പറയുന്നത് ഞങ്ങൾക്ക് ജാടയാണ്, മൈൻഡ് ചെയ്യുന്നതിനൊക്കെ ചില പൊടി അവിടെ ഇവിടെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒന്നുമല്ല, ഞങ്ങൾ പറയുകയാണ്, ഞങ്ങളെ നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും ജസ്റ്റ് ഒന്ന് ഞങ്ങളൊന്ന് വിളിച്ചാൽ മതി. ഞങ്ങൾ കാണാത്തതുകൊണ്ടായിരിക്കും നിങ്ങൾ ആരും മൈൻഡ് ചെയ്യാത്തല്ല. ഞങ്ങൾ നിങ്ങളെപ്പോലെ സാധാരണക്കാരാണ് ഞങ്ങളും. ഇപ്പം ഉത്സവങ്ങളിൽ എവിടെ വെച്ച് ഞങ്ങളെ കണ്ടാലും പുള്ളി മാത്രം സാധാരണ, പുള്ളിക്ക് എപ്പോഴും കൂളിംഗ് ഗ്ലാസ് വെച്ച് നടക്കുന്നത്. നാടൻ മനുഷ്യനായ ഓ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഞങ്ങളെ എവിടെ വെച്ച് കണ്ടാലും നിങ്ങൾക്ക് വിളിക്കാം. അതിനകത്ത് യാതൊരു മടി നോക്കണ്ട. ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് നിങ്ങൾ കാരണമാണ് ഈ ഒരു ലെവലിൽ എത്തിയിരിക്കുന്നത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിലുള്ള മെസ്സേജ് ഞങ്ങൾ മനഃപൂർവ്വം സീൻ ചെയ്യാത്തതല്ല, ബിസിയാണ്. കണ്ടിന്യൂസ് വീഡിയോസ് ഉണ്ട്, ഷോർട്സ് ഉണ്ട്, അങ്ങനെ നമുക്ക് ഫുൾ ടൈമില്ലേ കുറേ പരിപാടി. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും ഞങ്ങളെ വിളിക്കുക. ഞങ്ങൾ എന്തായാലും നിങ്ങളുടെ അടുത്തെത്തും കേട്ടോ. നമുക്ക് സംസാരിക്കാം, കൂടുതൽ കാര്യം സംസാരിക്കാം. രാജശളിയൻ പ്രത്യേകമായിട്ട് ആണ് വീണ്ടും കല്യാണം കുറച്ച പിന്നെ ഇളക്കം നല്ല ഇളക്കമാണ്. ഈ സ്റ്റെപ്പ് കണ്ടോ, പുള്ളി എല്ലായിടത്തും ഇളക്കമായിപ്പോ കണ്ടോ. ഉത്സവ പറമ്പിൽ പോയാൽ ഇത് തന്നെ അവസ്ഥ കണ്ടോ. പട്ടിയുണ്ടോ പറയും. അപ്പോൾ ഇന്നത്തെ ചലഞ്ചായ ജോളോ ചിക്കൻ അത് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാം. എവിടെ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോഗ്രിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ എല്ലായിടത്തും അവരുണ്ടെന്ന് തോന്നുന്നു. അവരുടെ ഫ്രാഞ്ചൈസീസ് എല്ലായിടത്തും ഉണ്ട്. ഫ്രൈഡ് ചിക്കനാണ്. നമ്മൾ അടിപൊളി വെറൈറ്റി ടേസ്റ്റാണ്. അവരുടെ എല്ലാ ഡിഷസും അടിപൊളിയാണ്. നമ്മുടെ ചെങ്ങന്നൂർ, ഞങ്ങളിപ്പം ഇത് മേടിച്ചിരിക്കുന്നത് ചെങ്ങന്നൂർ. ചെങ്ങന്നൂർ അവിടെ അടിപൊളി ഒരു ഷോപ്പുണ്ട്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി കുറേ വെറൈറ്റീസ് ഉണ്ട് അവർക്ക്. ഫ്രൈഡ് ചിക്കൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട്, ബർഗേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സ്ഥലമാണ് ഗോഗ്രിൽ. അപ്പം നമുക്ക് മത്സരം തുടങ്ങിയേക്കാം. നിങ്ങളാണ് ഇതിന്റെ കോർഡിനേറ്റർ, റെഫറി എന്നൊക്കെ പറയാം നമ്മള്. ആരെ വെച്ചേക്കാം. ദൈവമേ ഭഗവാനെ ഈശ്വര കാത്തിരക്ഷിക്കണേ.
ഗൈസ് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ കുറേ ബിൽഡിംഗ് ആപ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് പ്രൊമോഷനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സൂക്ഷിച്ച് കളിക്കണം. കാരണം ഈ ആപ്സ് ഗെയിംസ് എന്നൊക്കെ പറയുന്ന സംഭവം ലോട്ടറി പോലെയാണ് അല്ലേ? തീർച്ചയായിട്ടും ലോട്ടറി പോലെയാണ്. അത് നമുക്ക് ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകം എടുത്ത് തന്നെ പറഞ്ഞത് സൂക്ഷിച്ച് കളിക്കുക. കാരണം കാശ് ചിലവാക്കാൻ ഉള്ളവരൊക്കെ ചിലവാക്കിയ കുഴപ്പമൊന്നുമില്ല. അല്ലാതെ ഈ ഇപ്പോൾ ഡെയിലി അന്നം നിന്ന് പോകുന്ന ആൾക്കാരൊക്കെ പോയി വലിയ എമൗണ്ടൊക്കെ കൊടുത്ത് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഭേദം. കാരണം ഞാൻ പറയും ലോട്ടറിയാണ്. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ചും കണ്ടും കളിക്കുക കേട്ടോ. ഞങ്ങളിപ്പം പ്രൊമോട്ട് ചെയ്യുന്ന പറഞ്ഞ് അത് സൂക്ഷിച്ച് കളിക്കുക. നാളെ ഒരു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് ഞങ്ങളോട് പറയില്ല. കാരണം ഒരു ലോട്ടറി പോലെ തന്നെയാണ് ഇതൊക്കെ. അപ്പം നമുക്ക് മത്സരത്തിലോട്ട് പോവാം. മത്സരം സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. ലെറ്റ്സ് സ്റ്റാർട്ട്. ഈ തന്നെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര സാധനത്തോടെ കഴിക്കാൻ എനിക്കല്ല. ഉണ്ടല്ലോ എന്തോ കൊതിയാ. കൊത വരുന്നുണ്ടോ? അല്ല ഇവനെ ഭയങ്കര കൊതി വരുന്നുണ്ടോ? ഭയങ്കര കൊതിരുന്നു. ബന്ധപ്പെട്ട അടിപൊളി സാധനം സൂപ്പർ സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട് ശ്രീത? എങ്ങനെയുണ്ട് ഇത്? സൂപ്പർ അളിയ എങ്ങനെയുണ്ട്? എന്തോളിയാ? അടിപൊളി സാധനം. അടിപൊളി സാധനം. മൊരിഞ്ഞിരിക്കുന്നുണ്ടോ? കാണിക്കല്ലേ? നൈസ്. ആ 15 പീസ് ഈ ലെഗ് അടിച്ചു. വെളിയിലോട്ട് നോക്കുന്ന പോലും ഇല്ല. നിധിയേ ഏമാർ രണ്ടും എനിക്ക് മത്സരിക്കുന്നല്ലേ. ഇവിടെ നിന്ന് കൊതി വിടുവോ? നിന്ന് കൊതി വിട്ടോണ്ടിരിക്കുക. ലെഗ് പീസ് ടർക്കി അല്ല, ഇത് നാടൻ ചിക്കനാ. മസാല ഉണ്ടോ? മസാല ജയിക്കുവോ? എനിക്ക് ലെഗ് പീസ് ഇല്ല, കൈ പീസ് ഉണ്ട്. ആ എന്നാ കൈ പീസ് കടിക്കും. തീർന്നു. രസമാണോ? എനിക്കില്ല, ഇത് കാലാണോ കയ്യോ? ഇതെന്താണ് ഇത്? എന്തായാലും കുഴപ്പമില്ല, കൈ പീസ്. സൂപ്പർ. ശ്രീതളിന് അതൊരു 5 പീസേ ഉള്ളൂ. ലെഗ് പീസ്. എനിക്ക് ലെഗ് പീസാണ് എപ്പോഴും ഇഷ്ടം. എനിക്ക് എപ്പോഴും ലെഗ് പീസ് കിട്ടുന്നുണ്ട്. ആ എരിവുണ്ട് കേട്ടോ. ജോളയല്ലേ നൈസാണോ? നൈസായാണ് പറഞ്ഞു വലുത് വെച്ചേക്കണം എന്നുള്ളത്. ഇങ്ങനെ പ്ലാവോട്ടെ, ഇങ്ങനെ പ്ലാവ് ഇത് കഴിക്കാൻ തോന്നുന്നുണ്ടോ? പിന്നെ വാശിയുടെ മത്സരം നടക്കണം. പക്ഷെ എനിക്ക് വലിയ പൈസ കഴിക്കാൻ തോന്നുന്നുണ്ടോ? എനിക്ക് പറയാൻ പാക്കണം. അതിൽ നിന്ന് എല്ലാം മനസ്സിലാകുന്നുണ്ട്. ഇവരോട് പോയി ചോദിക്കാൻ പറ്റത്തില്ല, കാണത്തില്ല. മനസ്സ് എനിക്കറിയാം, അനുഭവം ഉള്ളതാ. അനുഭവം ഗുരു. കൊള്ളാം. സംഭവം എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? കളി ജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ക്രിസ്പിയാണേ. ഈ സാധനം ഉണ്ടോ? ആണെന്ന് തോന്നുന്നു. ജോളോ അല്ലയോ? ഇത് ആ ജോളോ ഐറ്റം. ജോളോ ചിപ്പല്ല, എന്തോ എരിവ് പറഞ്ഞ ജോളോ ചിപ്പ് ഇട്ടേക്ക് വരും. എനിക്ക് ഒറ്റ കാര്യം ഉള്ളൂ, ഈ പുള്ളിയോട് മാറ്റണം. ഞാൻ എന്ത് കഴിച്ചാലും ഇങ്ങേര് എന്ത് കഴിച്ചാലും നല്ല കൊതിവിടലുണ്ട്. എന്ത് മനുഷ്യനാണ് കൊതി വിടുന്നതാണോ ഇത്? കണ്ടു കഴിഞ്ഞാൽ എനിക്ക് 2 പീസ് എടുത്ത് മാറ്റി വെക്കണം എന്നല്ല പറഞ്ഞു. എല്ലാ വട്ടം ഞാൻ പറയുന്നത്. നീ അതുകൊണ്ട് മാറ്റി വെക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെയുണ്ട് ഇത്? കണ്ടിട്ട് എങ്ങനെയുണ്ട്? കണ്ടിട്ട് കൊതി വന്നിട്ട് വയ്യ. ആ ഓക്കെ, അതിൽ നിന്ന് നമുക്കെല്ലാം മനസ്സിലാക്കാം. ശ്രീതളയ എന്താ തോന്നുന്നത്? നീ എന്നെ സംസാരിപ്പിച്ച് എന്നെ പരാജയപ്പെടുത്തു അല്ലേ? നിങ്ങൾ തീർത്താലല്ലേ നമുക്ക് 2 ദിവസം കഴിക്കാൻ പറ്റും. എന്നെ അവിടെ നിർത്തിക്കൂല്ലേ? മിടുക്കാണ് നീ. വേറെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാ ഈ രാജേഷങ്ങളൊക്കെ വെറും പടമായിട്ട് ഇരിക്കണോ, ഒന്ന് സംസാരിക്കത്തുമില്ല. ഒരു മത്സരമൊക്കെ ഞാനൊക്കെ കിടന്ന് എന്തുമാത്രം ഓളം അനക്കുന്നു ഈ പുള്ളിയൊക്കെ ഇല്ലേ? ശരിയല്ല ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ കിടന്ന് എന്റെ തൊണ്ടവള്ളി പൊട്ടും. ഇവിടെ മാറി ഒരു സ്ഥലം തരാവോ ചോദിക്കുന്നത്. ഒന്ന് ആക്റ്റീവ് ആവട്ടെ. ഞങ്ങൾക്ക് ഒരു മത്സരമില്ല ഇതൊക്കെ. പാട്ടൊക്കെ ഒരു പാട്ടൊക്കെ പാടാം. விடிய கொக்கரக்கோ இருந்த இருட்டெல்லாம் இனிமேலே கொக்கரக்கோ கொக்கர கொக்கரக்கோ சேவ கொக்கரக்கோ தேவ தும்பப்பூவே അടിവാടി ആ പാട്ടൊക്കെ. ഓക്കെ, ഇവരുടെ തീറ്റ കണ്ടിട്ട് ഇപ്പോഴൊന്നും തീരുന്ന ലക്ഷണമില്ല. നമുക്കാണെങ്കിൽ ഇങ്ങനെ ഒത്തിരി നേരമൊക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. ചിക്കനൊക്കെ കഴിക്കുന്നല്ലേ. ഇത് എന്ത് കളി? അവാർഡ് സിനിമയ്ക്ക് എന്തൊക്കെ പറഞ്ഞിട്ടല്ലേ? വ്ളോഗാണ്, ഒരു ഓളമല്ലേ ആൾക്കാർ കാണത്തില്ല. ഞാൻ വരണോ അങ്ങോട്ട്? ഞാൻ എഴുന്നേറ്റ് വരണോ? ആൾക്കാർ ഓളമില്ല അങ്ങ് പോവും. ഇത് വേറെ സംഭവം ഒന്നുമല്ല. ഇത് നമ്മളിത് ഇത്രയും കണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്കും കൊതിയൊക്കെ വരത്തില്ലേ? അതിന്റെ ചെറിയ ബുദ്ധിമുട്ടേ ഉള്ളൂ കേട്ടോ. ഇത് മിണ്ടാണ്ടിരുന്ന് കഴിച്ച് തീർക്കാറായി. നിന്റെ സ്ട്രാറ്റജിയാണ് എന്നെ കൂടെ സംസാരിപ്പിച്ച് എന്നെ തോപ്പിക്കുക. നിങ്ങൾക്ക് അധികം വന്നാലല്ലേ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റൂ. എരിയുണ്ട്.
ഇതുണ്ട് ടേസ്റ്റ് ഉണ്ട് ഇപ്പൊ പറഞ്ഞോളാം. ടേസ്റ്റ് ഉണ്ടെന്ന് എപ്പോഴും നീ എടുത്ത് പറയാറില്ല. റൊമാൻസ് പിടിച്ചിരിക്കുന്നു നമ്മുടെ റൊമാൻസ്. വളരെ നാൾക്ക് ശേഷം നമ്മുടെ റൊമാൻസ് ചെയ്തിരിക്കുന്നു. ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. റൊമാൻസ് എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ പറയൂ. തീറ്റി കണ്ടിട്ട് നിനക്ക് എന്തെങ്കിലും തോന്നുന്നു? എന്തെങ്കിലും തോന്നുന്നു? കേടിയില്ലാത്തതിന്റെ കുറവുണ്ട്. അതെ അതെ ഈ രാജശാലിനെ ചുമ്മാ ഇരിക്കുമ്പോ പറയാനേക്കാം എന്തിന്റെയൊക്കെ വേണ്ട സെൽഫി എടുത്തു അപ്പോൾ വേറെ കാര്യം അല്ല ഞാനിത് നമ്മുടെ റൊമാൻസ് വീണ്ടും തിരിച്ചെത്തി. അപ്പൊ ആ ഗൾഫിൽ നിന്ന് ഒരു കോൾ വന്നു. അപ്പൊ എടുക്കാതിരിക്കാൻ പറ്റുമോ? വേണ്ടപ്പെട്ട പയ്യൻ അങ്ങനെ കഴിക്കില്ല നീ എപ്പോഴും. വേറെ വിഷയം അങ്ങോട്ട് നിന്റെ എന്തെങ്കിലും അങ്ങനെ കാണിക്കണ്ടോ? എന്തോ നമ്മള് കഴിക്കാൻ നേരത്ത് സംസാരിക്കാറുണ്ട്. നമ്മൾ കഴിക്കാൻ നേരത്ത് സംസാരിക്കാറുണ്ട്. ഇവന് കൈക്കൊല്ലം എടുത്തില്ല എന്നെ സംസാരിപ്പിക്കുക. ഇത് തിന്ന് തീർക്കുന്ന കാര്യം എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നാ തോന്നുന്നത്. സമയമുണ്ടല്ലോ അളിയെ. ഇത് നിങ്ങൾ കൂടുതൽ നേരം സംസാരിച്ചുകൊണ്ടിരുന്നാലേ നമുക്ക് ബാക്കി വരുള്ളൂ, നമുക്കിത് കഴിക്കാൻ പറ്റുള്ളൂ. അതിന്റെ പുറകിലാണ് നമ്മൾ. ആണല്ലേ തീർത്തിട്ട് എണ്ണിക്കത്തുള്ളൂ. അങ്ങനെ പറയരുത്. ഒത്തിരി കഴിച്ചു കഴിഞ്ഞാൽ വയറിന് എരിവൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി കഴിക്കാൻ പറ്റുമോ? ഇത് വെള്ളം കുടി. വെള്ളം എരി ഉള്ളതുകൊണ്ട് ഒത്തിരി കഴിക്കാൻ പറ്റുമോ? ഇത് തീർച്ചയായിട്ടും കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ വെള്ളം കുടിച്ച് 3 പീസിൽ എന്തായാലും നിർത്തണം. നന്ദുവേ വെള്ളം കുടിച്ചങ്ങ് വയറ് നടക്കണം നീ. ഞാൻ കഴിച്ചോളാം. നിങ്ങൾ അവിടെ നിൽക്കുമല്ലയോ? നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്യും, ഞങ്ങൾ ഞങ്ങളുടെ പണി ചെയ്തോളാം. ഓക്കെ ഇത് ഇച്ചിരി ഈ പണി ഇച്ചിരി ബുദ്ധിമുട്ടാ പിള്ളേ. നമുക്ക് ആണേ നോക്കി നിൽക്കാം. ബുദ്ധിമുട്ടാണേ. അപ്പൊ ഞാനോ നോക്കി എന്നെ ഓരോന്നൊക്കെ പറയും. അപ്പൊ ഇതിന്റെ കഷ്ടപ്പാട് മനസ്സിലായോ? ശ്രീതളിന്റെ ഫേവറേറ്റ് സാധനമാണ് ബ്രോസ്റ്റഡ്. കുറെ നാൾ കൊണ്ട് പറയുന്നുണ്ട് എനിക്ക് ബ്രോസ്റ്റഡ് വേണം, ബ്രോസ്റ്റഡ് നമ്മളും തിന്നു പോയത്. അതുകൊണ്ട് ജയിക്കാൻ ഞാനോ നീ വയ്യ വൈകി എവിടെ നിർത്ത്? വയ്യാന്ന് വേണ്ട 4 മിനിറ്റ് നിർത്തുവാണോ? വയ്യാന്ന് കഴിക്കരുത്. നിർത്തുവാണോ? അവിടെ അങ്ങോട്ട് മുക്കിനെങ്ങാണ്ട് ഹോമങ്ങളുണ്ട് എന്റെ പൊന്നുമാരൻ്റെ കൂടെ. എന്നെ നിനക്ക് നിർത്താൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? എനിക്കറിയാം. എനിക്ക് പ്രതീക്ഷയില്ല. ഇല്ല പ്ലാനില്ല കാരണം ചിക്കന്റെ ഫേവറേറ്റ് ആണ്. പുള്ളി ചിക്കൻ വെച്ച് ലവ് ഉണ്ടാക്കാൻ നോക്കിയോണേ. ചിക്കൻ വെച്ച് ജോളോ ചിക്കൻ ലവ് ലവ് ഉണ്ടാക്കാൻ ചിക്കൻ വെച്ച് ഉണ്ടാക്കാൻ പറ്റില്ല. ലവ് ഇവിടെ എന്തായാലും വയറിന് ഇത് ഫുള്ളായിട്ടില്ല. അല്ല ഇതിനകത്ത് കണ്ടോ ഇനി ഇത് പട്ടിക്ക് പോലും തിന്നാനില്ല. ഇത് അതുപോലെ ആക്കി വെച്ചേക്കോ. തൊലിയുണ്ട്. തൊലി ചിക്കന്റെ തൊലി. ഹോമം എന്തായി നിർത്തോ? ഒരു 3 പീസെങ്കിലും അധികം കിട്ടുമോ? ഇപ്പൊ 3 ഉണ്ട്. ഇപ്പൊ അത് കിട്ടുമോ നമുക്ക്? അതെങ്ങനെ കിട്ടും? നോക്കോ നീ? ഒറ്റ പ്രതീക്ഷ നീ ക്വിറ്റ് ചെയ്യോ? എന്തോ എന്നെ പ്രാഗി നാറ്റി 2 കൂടെ. ഓ ദൈവം എപ്പോഴാ ചാലഞ്ച് മത്സരിക്കുന്നത്? പിള്ളേ എങ്ങനെയാ ശ്രീതളി എന്തെങ്കിലും തീർക്കുമോ? കഴിക്കട്ടെ അവൻ കഴിച്ചിട്ട് ബാക്കി മതി. ഇനി എന്തോ കഴിക്കാനാ? കൊതി വിട്ട് തകർക്കൂല്ലേ പിള്ള ബാക്കി ഇരുന്നിട്ട്. ഇവരുടെ എല്ലാം പാത്രത്തിൽ എന്തോരം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. പാത്രമല്ല ഇല. ഇത് നമ്മുടെ നിതിനളിയൻ മൊത്തം കഴിച്ച് തീർത്തിട്ട് എണ്ണിക്കത്തുള്ളെന്ന് പറഞ്ഞിരുന്ന ആളാ. ഉറപ്പായിട്ടും ഇത് രാത്രി വരെ സമയമുണ്ടോ ഇതിന്? ഇല്ല ഇപ്പൊ തീരും. ഒരു അരമണിക്കൂർ കൊണ്ട് തീർക്കുമോ? പിന്നെന്താ ഓക്കെ. നന്ദുളിന്റെ അഭിപ്രായം? പുഷ്പം പോലെ ഇതിന് തീർക്കാനില്ലല്ലോ. 4 പീസേ ഉള്ളല്ലോ. എന്തെങ്കിലും ഒരു 2 പീസൊക്കെ വെക്കും അധികം. ഓക്കെ. ഇത് 3 എണ്ണം വേണ്ടാന്ന് വെച്ചേക്കല്ലേ? ക്വിറ്റല്ലേ? എനിക്ക് സംശയമുണ്ട്. ഹോമം എന്റെ ഇടത് ഭാഗത്ത് പിടിച്ചിട്ടുണ്ടോ? എന്തോ സാധനങ്ങളൊക്കെ കണ്ടിട്ട് കൊതിയായിട്ടാണോന്ന് അറിയത്തില്ല. എന്തൊക്കെയോ എടുത്തോണ്ട് വരുന്നുണ്ട്. മയോണൈസ് മിക്സാ പോലെ ഇമാര് കഴിച്ചു കഴിഞ്ഞിട്ട് ഇതിനകത്ത് വെച്ച് തിന്നാൻ. ഓ അവന്മാര് തരുമെന്ന് തോന്നുന്നുണ്ടോ? പ്രതീക്ഷ ഇവനായിരിക്കും പ്രതീക്ഷ. കാശുള്ള കൈ വറക്കും. എന്താ പറ്റി? കൈയൊന്നും പറക്കുന്നില്ല. മണ്ണിന്റെ വെയിറ്റ് ഉണ്ടാ. എന്തായാലും നീ തോറ്റെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ പെട്ടെന്ന് കൊണ്ടുവന്നു. യുവമാരെന്തോ ദൈവമേ, എന്തോ മനുഷ്യന്മാരാണ്. അവിടെ ഒരു എന്നെ അങ്ങ് മാനസികമായിട്ട് അങ്ങ് തകർക്കൂ. 2 അപ്പുറം ഇപ്പുറം. ദിസ് ഈസ് റോങ്. ഇപ്പൊ സമയം ഇത്രയായി. നിതിനെ 3 പീസ് ബാക്കിയുണ്ട്. 4 പീസ് ബാക്കിയുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കഴിക്കാൻ? ഒരു ബുദ്ധിമുട്ടില്ല. കുറച്ച് സമയം തന്നെ ഞാൻ തീർക്കാൻ. പക്ഷെ ഇത് ഒത്തിരി കഴിച്ചു കഴിഞ്ഞാൽ വയറിന് നല്ല പണി കിട്ടും. നല്ല പണി കിട്ടും. കുഴപ്പമില്ലെന്ന്. നന്ദു നിന്റെ അഭിപ്രായത്തില് ഇതെങ്ങനാ തീരും? ഇത് 3 പീസ് നോക്കട്ടെ. ഇത് ഒരുപാട് കഴിച്ച് തീർക്കണമെന്നില്ല. അത് വയറിന് വിഷയം. നീ കഴിച്ചെന്ന് വേണേ നമ്മൾ പറയാം. ഇതിന്റെ അപ്പുറം ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. വയറിന് വിഷയം വരും നിനക്ക്. അപ്പുറം നമ്മൾ കഴിച്ചിട്ടുണ്ട്. എക്സ്പീരിയൻസ് ആണ്. എന്നാലും 2 പീസ് അധികം വെക്കത്തില്ല? വെക്കത്തില്ല. ഇല്ല. ഓക്കെ.
പിന്നെ നമുക്ക് എന്നോട് എക്സ്പീരിയൻസ് രാമായണം ചോദിക്കല്ലേ ഇനി 2-3 വീത് താരാ ഞാൻ അങ്ങനെ പ്രാഗില്ല. ഓ എന്റെ ദൈവം, ഇത് മത്സരം കഴിയത്തെ പിള്ളേ, എന്തോ പിള്ളേ ഇത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇത് മയോണൈസ് കച്ചമ്പം, ഉച്ചക്ക് ചോറ് വെച്ചോ പിള്ള, ചിക്കൻ കച്ച, ഇതിന്റെ കച്ചമ്പം, ടൊമാറ്റോ കച്ചമ്പം. ഒരു പെട്ടി ചിക്കൻ മേടിച്ച് ഞാൻ എന്നെ അണ്ണാക്കി തരുന്നുണ്ട്. കൊതിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതിനിപ്പോ എന്തോ നാണക്കടക്കും? ഒന്നുമില്ല, വെയിറ്റ് ചെയ്ത് നാണക്കടക്കുള്ള ചോദിച്ചു മേടിക്കുന്നത്, ചോദിച്ചു മേടിക്കുന്ന ഒരു നാണക്കടവില്ല. അവിടെ സാധനം ഇരിപ്പുണ്ട്. എന്റെ ഇലയിൽ തന്നെ വേണം ഇത്ര നിർബന്ധമുണ്ട്. എനിക്കറിഞ്ഞിട്ട് വയ്ക്കുക കൂട്ടായ്മയുടെ ഭാഗമാണ് ഒരുമിച്ച് കഴിക്കാന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മയാണ്. അന്യരുടെ പ്ലേറ്റിൽ കൈയിട്ട് വാരി കഴിച്ച് പുള്ളിക്കാരന് ഭയങ്കര ശീലം, അതിന്റെ ഒരു ഭാഗമായിട്ട് അങ്ങനത്തെ പറഞ്ഞ ഇത് എന്റെ കയ്യിൽ തന്നെ മേടിച്ചു ചെയ്തിരുന്നു. പിന്നെ ഇതാരാ ഇത്? എന്റെ അനിയൻ. അതേണ്ട അനിയൻ ജയിക്കോ ഇല്ലയോ? അവൻ ജയിക്കണ്ട, അവൻ ജയിക്കത്തില്ല. നല്ല സൂപ്പർ ചിക്കനാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആയാലും കൊതി വരുന്ന ഐറ്റമാണ് സാധനം. കാരണം അല്ലേ ഇതിന് പ്രത്യേക ടേസ്റ്റാണ്. ചില എരിവുണ്ട്, ചുണ്ടത്ത് ചെറിയ എരിവ് അല്ലേ. അപ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനുണ്ടോ, ഇതിൻ്റെ ആ ഒരു അകത്തെല്ലാം നല്ല രീതിയിൽ തോന്നുന്നു. ഓക്കെ 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 അല്ല, ചിക്കൻ നമ്മൾ കടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അങ്ങനെ കടിക്കല്ലേ. അനിയനൊക്കെ വിളിച്ച് രണ്ടെണ്ണം അനിയനൊക്കെ വിളിച്ച് ടാർഗറ്റ് ചെയ്തൊക്കെ എന്തോ അല്ല ഇമാരെ പറ്റി പറഞ്ഞോളൂ. ഇവരെ പറ്റി ഇവന്മാർ നമ്മളെ കഴിക്കാൻ സമ്മതിക്കുന്നില്ല. സമാധാനമായിട്ട് കഴിക്കുമ്പോൾ അവിടെ വന്നിട്ട് കഴിക്കലേ ഇത് പ്രശ്നം വരും, ബാക്കി വെക്കണം, മാറ്റി വെക്കണം. പക്ഷിപ്പനിയാണ്. അതെ അതെ, പക്ഷി പന്നിപ്പനിയാണ്. എന്താറിയോ, ഈ ചിക്കൻ നമ്മൾ ഫ്രഷ് ആണോന്ന് അറിയണം. സത്യം പറയാം, രണ്ടും വാഴകള്. ഞാൻ പറയാലോ, സത്യം പറയാലോ, രണ്ടും വാഴകളാ. ഇത് ഇവരുടെ ഭാഗത്തെ തെറ്റ്. ഞങ്ങളെ കൊണ്ട് ഇത് എടുപ്പിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആദ്യം ഒരു ബക്കറ്റ് ചിക്കൻ മേടിച്ച് തന്നിട്ട് നമ്മളെ വയറ് നിറപ്പിച്ചിട്ട് വേണമായിരുന്നു വീഡിയോ എടുക്കാൻ. കറക്റ്റ് നിർത്തിക്കൊല്ലു. അവര് വയറ് നിറങ്ങിയിട്ട് നമുക്ക് വയ്യ, എന്നിട്ട് ഈ വയറ് നിറങ്ങിട്ടോ ഏത് വയറ് നിറഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോ എടുത്തന്നെ. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് യാതൊരു തരത്തിലുള്ള ഒരു വിഷയം വരത്തില്ല. ഇത് നമ്മുടെ മുമ്പിൽ ഉച്ചയ്ക്ക് ചോറ് പോലും തിന്നാൻ തരാതെ ഞാൻ ഉച്ചക്ക് ചോറുണ്ടാകും വന്നു. ചിക്കൻ ഉണ്ടെന്ന് ഇവൻ വിളിച്ചു പറഞ്ഞു, 1 കിലോ അങ്ങോട്ട് ഇരിപ്പുണ്ട്, നിനക്ക് തരാമെന്ന് പറഞ്ഞു വിളിച്ചു വരുത്തതാണ്. അപ്പൊ ഏകദേശം എത്ര 10 കിലോ ചിക്കൻ ഇല്ലായിരുന്നു? 10 കിലോ 1 കിലോ സോറി 1 കിലോ ചിക്കൻ ഉണ്ടായിരുന്നു. അതിലിപ്പോ ഞാൻ നോക്കിയേ, ഇനി ബാക്കി 3 പീസ് ഉള്ളത്. 3 പീസ് എങ്ങനെയാ അതിന്റെ കാര്യം എങ്ങനെയാ? അല്ല, ഞാൻ ഉച്ചയ്ക്ക് ശാലം കുറച്ച് ചോറ് കഴിച്ചായിരുന്നു. കഴിച്ചു. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ബാക്കിയോട് കഴിക്കാനുള്ള സ്പേസിന്റെ അതുകൊണ്ട് രാജശാലിനും നമ്മുടെ ശൈലാഷ് കിംബോയ്ക്കും വേണ്ടി ഞാൻ ക്വിറ്റ് ചെയ്യാണ്. ബാക്കി 3 ചിക്കൻ്റെ പീസ് ബാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവരെ മത്സരം കണ്ടിന്യൂ ആയിട്ട് ഇത് നീ കണ്ടിന്യൂ ചെയ്താലും കണ്ടിന്യൂ ചെയ്തില്ലേ? നിതിരളിയൻ ഉഡായിപ്പ എന്റെ പൊന്നുടെ അങ്ങ് കിട്ടിയത് മലയാളത്തിലൊക്കെ പറഞ്ഞാൽ മതി. അല്ല, മലയാളത്തിൽ അങ്ങ് പറഞ്ഞാൽ മതി, ഞാൻ പിന്മാറുന്നു. ഇതെന്താ വളരെ വഴി കൂടെ ഞങ്ങളുടെ 3 പീസ് അവിടെ 3 പീസ് ഉദാര മനസ്സ്. അതിന്റെ ഉദാര മനസ്സ് ഈ കടിച്ചാ പൊട്ടുന്ന വാക്കൊക്കെ എന്തിനാ പറയുന്നത്? ഞാൻ പിന്മാറുന്നു, ഒറ്റ വാക്കി പറയാം, അല്ലയോ? ശരിയല്ലേ പറഞ്ഞു? അല്ല, എനിക്ക് അങ്ങനെ കൊണ്ടേ തിന്നു പോടാ പോ. ഇമാര് പ്രാഗി സത്യം. നാളെ വയറിനല്ലോണ്ട് ഞാൻ പറയാം, ലൈവ് ഇൻസ്റ്റാഗ്രാമിൽ. ആകെ ഞങ്ങൾക്ക് 1 പീസ് തരാൻ ആകെ തോന്നിയ നമ്മുടെ നിതിനളിയിൽ എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. അതുകൊണ്ട് എന്റെ സ്നേഹത്തിന്റെ ടോക്കണായിട്ട് രാജശാലിന് ഒരു പുള്ളിക്കാരന്റെ ഇത് ബ്രേക്ക് ചെയ്യണം. ഇത്ര നേരം എന്റെ ദൈവമേ, നീ എന്റെ ചക്കരയാണോ? എന്റെ ചക്കര. മലയും ചരിവും കഴിഞ്ഞാൽ അവിടെയുണ്ടോ ഊഞ്ഞാൽ വള്ളി. മലയും ചരിവും കഴിഞ്ഞാൽ അവിടെയുണ്ടോ ഊഞ്ഞാൽ വള്ളി. എന്റെ അങ്ങളമാർ 7 പേരെ എനിക്കൊരു ഞാറിട്ടുതായോ. എന്റെ പെണ്ണേ ശ്രീ പാർവതിയെ തന്നൂഞ്ഞാലേ പാടോ. എന്റെ പെണ്ണേ ശ്രീ പാർവതിയെ തന്നൂഞ്ഞാലേ ലാടിപ്പാടോ. കാശുള്ളവൻ തിന്നുമ്പോ കാശില്ലാത്തവൻ ബ്രെഡ് കഴിക്കുന്നു. അപ്പൊ നമ്മുടെ വാശിയേറെ മത്സരം എന്താ നോക്കാം. എന്തായി ഇവിടെ ഈ പാട്ട് കണ്ട് എനിക്ക് വയ്യ. പാടുന്ന പാടല്ലേ നമ്മുടെ
ഒരു പട്ടിക്ക് കൊടുക്കാനെങ്കിലും ഒരു പീസ് വെക്കാൻ നിന്നോട് പറഞ്ഞല്ലോ അച്ഛൻ. നമ്മുടെ ബാക്കി വെച്ചാൽ കൊതി വെച്ച് വെച്ചിട്ടുണ്ടോ അവർക്കല്ലോ ഒരു ഓളം ഞങ്ങൾക്ക് വേണ്ടി വെച്ചേക്കുമായിരിക്കും. ഈ ഇടത ചെവിയും വലുത ചെവിയും കടിക്കുന്നതായിട്ടുണ്ടോ നീ? അതും വയറ് വരെ അങ്ങ് കയറും ആ കടി. കാരണം ചിലർ ഞാൻ പറഞ്ഞില്ല. എനിക്ക് അത്രയും വിഷയമില്ലായിരുന്നു. എന്നാലും പിന്നെ എനിക്ക് ബ്രോസ്റ്റഡ് അത്ര വലിയ താല്പര്യമില്ല. എന്നാലും നമ്മുടെ മുമ്പ് ഇങ്ങനെ തിന്നുമ്പം പുള്ളി എനിക്കൊന്ന് വേറെ വ്ലോഗിലെങ്ങാനുള്ള ആളാന്ന് തോന്നുന്നു. എനിക്കൊന്ന് ഈ അവാർഡൊക്കെ ഇത് ഇല്ലേ ജൂറിയായിട്ടിരിക്കത്തില്ലേ, ഇപ്പം ഞാൻ പണ്ട് കഴിച്ച വാ തുറക്കാൻ പറ്റണില്ലല്ലോ, അതല്ലേ വിഷയം. വേറെ എന്തെങ്കിലും വിഷയമില്ല, ഇത് വാ തുറക്കാൻ പറ്റണ്ടേ എനിക്ക്. നോക്കി എനിക്കൊന്നും അവന് പേടിച്ചിട്ടെങ്ങാണ്ട് നിർത്തിയത്, അല്ലാണ്ട് പേടിച്ചിട്ടെങ്ങാണ്ട് നിർത്തിയത്. അങ്ങനെ നമ്മുടെ വാശിയേറിയ ചിക്കൻ തീറ്റ മത്സരത്തിൽ നന്ദോളിൻ വിജയായിരിക്കണം എന്നാണ് നന്ദോളി പറയാനുള്ളത്. നല്ല സന്തോഷമുണ്ട്. കഴിഞ്ഞ 2 ചലഞ്ചിൽ ഞാൻ ഇല്ലായിരുന്നു. ഒന്ന് പാൽക്കുടി മത്സരം, പിന്നെ വടതീറ്റ മത്സരം. വടയിട്ടല്ല അതിന് ബർഗറൊക്കെ ഉണ്ടായിരുന്നു. ബർഗർ മത്സരിച്ചല്ലോ, 2 നമ്മൾ ഒറ്റ വയ്ക്കും. എങ്ങനെ 2ാം സ്ഥാനം. കണ്ടോ എനിക്ക് ആ പ്രാക്ക് ഒന്ന് കുറച്ച് കിട്ടും. ഇത് 1 മണിക്കൂറത്തെ വീണ്ടും നമ്മളെ നന്ദോളിയിൽ ജയിച്ചിരിക്കുകയാണ്. നന്ദി. സ്നേഹം. പ്രത്യേകം പറയാനുള്ള വേറെ കാര്യമാണ് എനിക്ക്, ആർക്കെങ്കിലും എന്തെങ്കിലും ദോഷം ചെയ്യാൻ വേണ്ടി, വയറിന് ദോഷം ചെയ്യാനുണ്ടെങ്കിൽ ഈ പൂജ ചാത്തൻ സേവ എന്നൊക്കെ വേണമെങ്കിൽ പറയാനാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ പുള്ളി കോൺടാക്ട് ചെയ്യാം. കാര്യമായി ഊരി വെച്ചത്. നന്ദി, നമസ്കാരം. ബ്രോസ്റ്റഡ് ആയതുകൊണ്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് കൂട്ടായ്മ എങ്ങനെ ഒരാളെ കഴിപ്പിക്കാതിരിക്കാം. പക്ഷെ നീ എനിക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ നോക്കും. ഇവനെ അനിയാന്ന് വിളിച്ചതാ ശ്രീത്തിനെ. ബ്രദർ ബ്രോ 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 ഇതെന്റെ കൊച്ചു. അത് പിന്നെ കൂടെ കിടന്ന് കഴിക്കണോ വേണ്ട ഒരു വാക്ക് പറഞ്ഞു. നേരത്തെ വന്ന 1 കിലോ ചിക്കനോട് മാറ്റി എനിക്ക് വെച്ചിട്ടുണ്ടോ പറഞ്ഞ നീ പറഞ്ഞില്ലേ? ആ കൂട്ടൊരു പീസ നിന്നോട് ചോദിച്ചിട്ട് നീ തന്നില്ലേ? ഇവനാ തന്ന പിന്നെയും തന്നില്ലേ? മനസ്സിലാവുന്നില്ല. എന്താ ബക്കറ്റിലാണ് ചിക്കൻ മാറ്റി വെച്ചോ? നീ എനിക്ക് ചിക്കൻ മാറ്റി വെച്ചോ പറഞ്ഞു. കൊടുത്തത് ഈ ആ ഒരു ഇത് കൊണ്ട് മനസാക്ഷി എന്തിനാണ് ഈ ഊടായി പിടിക്കുന്നത്? ഉച്ചക്ക് കഴിച്ചത് കുറച്ച് കൂടിപ്പോയായിരുന്നു. അപ്പൊ പിന്നെ ഇവരുടെ ഇതോടെ കുറച്ച് സഹതാപം കൂടെ രണ്ടോടെ ചേർത്ത് ഞാനും കഴിച്ച അമ്മ പറഞ്ഞു ചിക്കൻ കറി ഞങ്ങൾ കഴിച്ചില്ല. ഓക്കെ അപ്പൊ നമുക്ക് വേറെ ഒന്നും പറയണ്ട വേറെ. ഇങ്ങനത്തെ ബ്രോസ്റ്റഡ് ഒക്കെ നടത്തുവാന്നുണ്ടെങ്കിൽ ക്യാമറ എടുക്കുന്നതിന് മുമ്പ് ക്യാമറക്കാർക്ക് ഒരു ഇച്ചിരി കൊടുക്കണം. ബ്രോസ്റ്റല്ലേ അൽഫാം ഒക്കെ നടത്തി, ചിക്കൻ ഇല്ലേ, ബിരിയാണി നടത്തി. ഞങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു, എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ ബ്രോസ്റ്റഡ് ഒക്കെ കാണിച്ചിട്ട് അതിന് മണം തന്നെ ഉണ്ടല്ലോ. അത് നീ ആ കടയുടെ ആണോ അറിയത്തില്ല. എനിക്കൊരു അബദ്ധം പറ്റി, ഏൽപ്പിക്കത്തില്ല ഇനി രണ്ടിനെയും. ഞാനത് കറക്റ്റായിട്ട് കൈകാര്യം ചെയ്തു. കൈകാര്യം ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ കൈയിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ ഇതുപോലുള്ള പുതിയ